ഇനി എല്ലാം ത്യജിക്കാമെന്ന് കരുതിയത് കൊണ്ട് കാര്യമില്ല. പ്രാരാബ്ധകർമ്മം എത്രയുണ്ട് എന്നതും ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ എല്ലാം ത്യജിച്ച് സകല ഇതിൽ നിന്നും വിടുതൽ വാങ്ങി തീവ്ര വൈരാഗ്യത്തോടുകൂടി ഞാനൊരു സാധകനായി മാറാൻ തീരുമാനിച്ചിരിക്കുന്നു, ഒരു സാധനാ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തീരുമാനിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. പ്രാരാബ്ധം എത്രത്തോളമുണ്ട് എന്നതൊരു പ്രശ്നമാണ്. അത് ഇയാൾ വിചാരിച്ചാൽ മാറാൻ പറ്റില്ല. ഇയാളുടെ പ്രാരാബ്ധം ഇയാളെ തിരിച്ച് അതിലേക്ക് പിടിച്ചിടും. അതിന് ഒരു ഭഗവാൻ തന്നെ ഇതിനകത്തൊരു ഉദാഹരണം പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ പ്രാരാബ്ധം എങ്ങനെയാണ് വന്ന് പെടുന്നത് എന്ന്. ഒരു രാജാവിനോടൊരു യോഗി ഒരിക്കൽ ഒരു ഉപദേശം നൽകി. യോഗി, ഒരു സന്യാസി, രാജാവിനെ കാണാൻ വന്നപ്പോൾ രാജാവിനോടൊരു ഉപദേശം നൽകി. എൻ്റെ കൂടെ, ഇപ്പോൾ രാജാവിന് ഈ സാധന വേണം, സാധനാ ജീവിതം വേണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അതേസമയം രാജ്യകാര്യങ്ങളിലുള്ള തിരക്കൊരു വശത്ത്, ഭരണകാര്യങ്ങളിലുള്ള തിരക്കൊരു വശത്ത്. പക്ഷേ എത്രയും വേഗം തൻ്റെ ഈ അധികാരങ്ങളെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് തനിക്ക് സമ്പൂർണമായി സാധനാ ജീവിതത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് മനസ്സിലുണ്ട് രാജാവിന്. അത് രാജാവ് പറഞ്ഞു. അപ്പോൾ സന്യാസി അതിന് പറഞ്ഞു കൊടുത്ത ഒരു മാർഗം, ഒട്ടും പേടിക്കണ്ട, ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോന്നോളൂ. കാട്ടിൽ അപ്പോൾ എല്ലാം ത്യജിച്ചിട്ട് തീവ്ര വൈരാഗ്യത്തോടു കൂടി കാട്ടിലേക്ക് പോരൂ. അപ്പോൾ അതിന് ബുദ്ധിമുട്ടില്ല. കാര്യം ഭരണം മക്കളെ ഏൽപ്പിക്കാം, മറ്റു കാര്യങ്ങൾക്കൊക്കെ അവിടെ ആളുണ്ട്. ഏത് സെക്കൻഡിൽ വേണമെങ്കിലും എല്ലാം നിർത്തിയിട്ട് രാജാവിന് ഇറങ്ങി പോരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് സന്യാസി പറഞ്ഞത് പോരൂ, തീവ്ര വൈരാഗ്യം. നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്തൊക്കെയാണ് വേണ്ടത്? തീവ്ര വൈരാഗ്യം. ശരി, തീവ്ര വൈരാഗ്യം ഞാനിതാ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞത്, സന്യാസിയോട് പറഞ്ഞു, മഹർഷേ, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പം സന്യാസി അത്ഭുതത്തോട്, അതെന്താ കാര്യമില്ലാത്തത്? എൻ്റെ കൂടെ കാട്ടിൽ വന്ന് എന്നോടൊപ്പം താമസിച്ചാൽ എന്താ പ്രശ്നം? അപ്പോൾ രാജാവ് പറഞ്ഞത്, മഹർഷേ, ഞാൻ എൻ്റെ പൂർവ പ്രാരാബ്ധ കർമ്മത്തിൻ്റെ ഇത് ഇപ്പോഴും എന്നിൽ നിന്ന് പോയിട്ടില്ല, അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങയോടൊപ്പം കാട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ കാട്ടിൽ വന്നാൽ അവിടെ ഒരു രാജ്യം നിർമ്മിക്കാൻ ശ്രമിക്കും. അതാണ് എൻ്റെ പ്രാരാബ്ധം.